അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം നമുക്ക് വായിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. ദൈവം തൻ്റെ സ്വഭാവം ബൈബിളിലുടനീളം വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യവും ദൈവം തൻ്റെ വചനത്തിൽ കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. 430 വർഷക്കാലം ഇസ്രയേൽ മക്കളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ച മിസ്രയീമ്യരെ 10 ബാധകളാൽ ദൈവം ശിക്ഷിച്ചു. ദൈവത്തെ ഞാൻ അറിയുകയില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ മിസ്രയീമിൽ നിന്നും ഇസ്രയേൽ ജനത്തെ വിട്ടയക്കണമെന്ന് ഇസ്രയേലിൻ്റെ ദൈവം അരുളി ചെയ്യുന്നുവെന്ന് മോശ ഫറവോനോട് പറഞ്ഞപ്പോൾ ഫറവോൻ മോശയ്ക്ക് മറുപടി കൊടുത്തത്. കഠിനമായ ബാധകൾ ഒന്നൊന്നായി ഫറവോൻ്റെ മേലും മിസ്രയീമ്യരുടെ മേലും ദൈവം വരുത്തിയപ്പോൾ ഫറവോൻ മോശയോട് പറയുകയാണ്, മോശയെ, നീയും നിൻ്റെ ദൈവവും നീതിയുള്ളവൻ എന്ന്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ദൈവം മിസ്രയീമ്യരെ വെറുതെ ദ്രോഹിക്കുകയല്ലേ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ആയുധമില്ലാത്ത, പ്രതികരണശേഷിയില്ലാത്ത പട്ടാളത്തിൻ്റെയോ പോലീസിൻ്റെയോ ഭരിക്കുന്നവരുടെയോ മിസ്രയീമിലെ കോടതികളുടെയോ മിസ്രയീമിലെ ജനങ്ങളുടെയോ യാതൊരു കരുണയോ കനിവോ ലഭിക്കാത്ത മിസ്രയീമിലെ ജനങ്ങളെല്ലാം അടിമകളാക്കി വെച്ച് കഠിനവേല ചെയ്യിച്ചു കൊണ്ടിരുന്ന ഇസ്രയേൽ മക്കൾ മിസ്രയീമ്യരുടെ അടിയും മിടിയും ഉപദ്രവങ്ങളും സഹിച്ചു കഴിഞ്ഞത് 430 സംവത്സരമായിരുന്നു എന്ന് നാം ഓർക്കണം. ആ കാലമത്രയും ഇസ്രയേൽ ജനം കഷ്ടത കൊണ്ട് നെടുവീർപ്പെട്ടു. എന്നിട്ടും ഇസ്രയീമ്യർക്ക് അവരോട് കരുണ തോന്നിയില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു രാഷ്ട്രക്കാരുടെയും സഹായമില്ലാതെ തീർത്തും കഷ്ടത്തിലായ ജനങ്ങളെ രക്ഷിക്കുവാൻ യഹോവയായ ദൈവം ഇറങ്ങി വന്നത്. അതെ, അവൻ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാണ് എന്ന അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ യേശുവിന് അഥവാ യഹോവയായ ദൈവത്തിന് കഴിയുകയില്ല. മോശയിൽ കൂടി ദൈവം ഫറവോനോട് അറിയിക്കുന്ന ന്യായവിധി ശബ്ദം കേൾക്കുമ്പോൾ മിസ്രയീമിലെ ജനങ്ങളിൽ ദൈവഭയമുള്ള വ്യക്തികൾ ദൈവത്തിൻ്റെ അരുളപ്പാടിൽ ഭയഭക്തി മൂലം മൃഗങ്ങളെയും കന്നുകാലികളെയും വയലിൽ നിന്നും തൊഴുത്തിൽ അഴിച്ചു കെട്ടുകയും ദൈവത്തിൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ദൈവഭയം ഉള്ളവരായി നാം ജീവിച്ചാൽ മാത്രമേ നമുക്ക് ദൈവകൽപ്പന അനുസരിക്കുവാൻ സാധിക്കുകയുള്ളൂ. 430 വർഷം വരെ മിസ്രയീമ്യർ ഇസ്രയേൽ ജനത്തെ ഞെരുക്കിയെങ്കിലും ദൈവം പ്രതികരിച്ചില്ല. അത് ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ് വെളിപ്പെടുത്തുന്നത്. ഒരു കാര്യം നാം മനസ്സിലാക്കണം, പാപത്തിന് ദൈവം ശിക്ഷ വിധിക്കുക തന്നെ ചെയ്യും. ഇസ്രയേൽ ജനത്തെ അടിമകളാക്കി പീഡിപ്പിച്ച ജനം ദൈവത്തിൻ്റെ കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാവുകയും പീഡിപ്പിക്കപ്പെട്ട ഇസ്രയേൽ ജനം മിസ്രയീമിൽ നിന്നും ഗണമായി ദൈവം അവർക്ക് വാഗ്ദാനം കൊടുത്ത കനാൻ ദേശത്തേക്ക് പോകുവാൻ മിസ്രയീമിൽ നിന്നും പുറപ്പെടുകയും ചെയ്തു. മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധകൾ നിമിത്തം ഇസ്രയേൽ മക്കൾക്കും ദൈവഭയം ഉണ്ടായി. മരുഭൂമിയിൽ എത്തിപ്പെട്ട ജനത്തിന് ദൈവം ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു എന്ന് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 25-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അബ്രഹാമിന് ദൈവം തന്നെ വെളിപ്പെടുത്തിയത് യഹോവയായ ദൈവം എന്ന പേരിലും സർവശക്തനായ ദൈവം എന്ന പേരിലും നിത്യനായ ദൈവം എന്ന പേരിലും ആയിരുന്നു. തന്നെയുമല്ല, അബ്രഹാമിനെ കരുതുന്നവനായ ദൈവമാണ് താൻ എന്ന് യഹോവ തെളിയിച്ചു കൊണ്ടേയിരുന്നു. യഹോവയായ ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു സന്ദേശമായിരുന്നു താൻ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിൻ്റെ ബലിക്കായി യാഗമാകുവാൻ പോകുന്ന യാഗമൃഗമായ ആടാണ് എന്നത്. മിസ്രയീമിലെ ഇരുമ്പു ചൂളയിൽ നിന്നും ഇസ്രയേൽ മക്കളെ 430 വർഷങ്ങൾക്ക് ശേഷം ആട്ടിൻകുട്ടിയുടെ രക്തത്താൽ രക്ഷിച്ചത് യാഗമായി തീരുവാൻ പോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗത്താൽ മുഴു ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപവും ശാപവും നീക്കി മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും രക്ഷിക്കുന്നതിൻ്റെ നിഴലായാണ്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചിന്തിയ രക്തത്താൽ മനുഷ്യവർഗത്തെ പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ കിടപ്പുരോഗിയായ വ്യക്തിയോട് യേശു പറയുകയാണ്, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു.
ഇത് കേട്ട യഹൂദ പ്രമാണികൾ പിറുപിറുത്തു, പാപമോചനം കൊടുക്കുന്ന ഇവൻ ആർ? ദൈവത്തിന് മാത്രമേ പാപമോചനം കൊടുക്കുവാൻ അധികാരമുള്ളൂ. ഇത് മനസ്സിലാക്കിയ യേശു പറയുകയാണ്, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ യേശു കിടപ്പ് രോഗിയോട് പറയുകയാണ്, കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന്. യേശു പറഞ്ഞ മാത്രയിൽ അവൻ യേശുവിനെ അനുസരിച്ചു. താൻ കിടപ്പ് രോഗിയാണ് എന്ന് പറഞ്ഞ് കിടന്നിടത്ത് തന്നെ കിടക്കുകയല്ല അവൻ ചെയ്തത്. അവൻ യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ ചാടി എണീറ്റ് അതുവരെയും തന്നെ ചുമന്ന കിടക്ക അവൻ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോയി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, പ്രതിസന്ധി എത്ര വലുതായിരുന്നാലും, രോഗം എത്ര കഠിനമായിരുന്നാലും യേശുവിൻ്റെ വാക്ക് വിശ്വസിക്കുകയും അവൻ്റെ വചനം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ സൗഖ്യം നിശ്ചയമാണ്. യേശു സമീപിച്ച കിടപ്പ് രോഗിക്ക് സൗഖ്യത്തെക്കാൾ പാപക്ഷമയായിരുന്നു ആവശ്യം. യേശു അവൻ്റെ പാപം ക്ഷമിച്ചു കൊടുത്തപ്പോൾ അതിനോടുകൂടെ സൗഖ്യവും വ്യാപരിച്ചു. മനുഷ്യവർഗത്തിൻ്റെ ശരിയായ പ്രശ്നം പാപമാണ്. പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചാൽ സൗഖ്യം വ്യാപരിക്കും. എല്ലാ രോഗവും പാപം മൂലമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ പാപം മൂലമുള്ള രോഗത്തിന് ചികിത്സ ഫലിക്കുകയില്ല. അതുപോലെ തന്നെ ദുരാത്മാവ് ബാധിച്ച രോഗത്തിനും ചികിത്സ ഫലിക്കുകയില്ല. ഈ രണ്ട് രോഗത്തിനും പ്രതിവിധി യേശുവിൻ്റെ അടുക്കൽ വരികയും പാപക്ഷമ പ്രാപിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ്. നാം ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാതെ പാപം ചെയ്താൽ നിശ്ചയമായും നമുക്കത് രോഗമായും ക്ഷീണമായും വെളിപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം ദൈവകൽപ്പനകൾ എന്തെല്ലാമാണെന്ന് ബൈബിൾ വായിച്ച് കണ്ടെത്തി അത് അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു വ്യാധികളും നമുക്ക് വരാതെ കർത്താവ് നമ്മെ സംരക്ഷിക്കും. കാരണം യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. യേശു നമുക്ക് സൗഖ്യം മാത്രമല്ല തരുന്നത്, പിന്നെയോ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചനം തരുന്നു, നിത്യനരകത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു, സമാധാനവും സന്തോഷവും തരുന്നു, പ്രത്യാശ തരുന്നു, നിരാശ മാറ്റിത്തരുന്നു. സകല പ്രശ്നങ്ങളുടെയും മേൽ വാഴുന്നവൻ സാത്താനാണെങ്കിൽ സാത്താനെ തകർക്കുകയും സകല പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ആകയാൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചുയർത്തവനായ യേശു കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമുക്ക് ജീവരക്ഷ പ്രാപിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മ ശക്തിയും കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.